രചന രാജി ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നന്ദുട്ടി, കളിക്കാൻ കഴിക്കാൻ വരുന്നുണ്ടോ? ഗൗരിയമ്മ സ്കൂളിൽ പോകാൻ ടൈമായിട്ടോ. ഗൗരി ഭക്ഷണവുമായി നന്ദമോളുടെ പുറകെ നടക്കുകയാണ്. അവളാണെങ്കിൽ വീടിന് ചുറ്റും ഓടുകയാണ്. ഇല്ല, നന്ദുച്ചിക്ക് വേണ്ട കഴിച്ചാൻ. നന്ദാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഗൗരിയമ്മ പോ, നിച്ച് വേണ്ട. നന്ദൂട്ടി. എന്താ മോളെ, കുഞ്ഞ് കഴിക്കുന്നില്ലേ? അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മിയമ്മ ചോദിച്ചു. ഇല്ലമ്മേ, ദേ ഇച്ചിരിയെ കഴിച്ചുള്ളൂ. മോള് പോയി റെഡിയാവും, സമയമായില്ലേ? കുഞ്ഞിന് ഞാൻ കൊടുത്തോളാം. അമ്മ ഈ വയ്യാത്ത കാലം വെച്ച് ഇവിടെ പുറകെ ഓടി നടക്കാൻ പോവാണോ? പിന്നെ കിടപ്പിലാവാനാണോ? അതൊന്നും സാരല്ല മോളെ, അമ്മ കൊടുത്തോളാം. മോള് ചെല്ല്. ആ ചെല്ല് മോളെ. നന്ദുട്ടി, അമ്മമ്മയെ കഷ്ടപ്പെടുത് കേട്ടോ. വേഗം ഭക്ഷണം കഴിക്കണേ. ഭക്ഷണം കഴിച്ച് നന്ദുട്ടിക്ക് ചോക്ലേറ്റ് മേടിച്ചു തരുമോ? കുഞ്ഞിപ്പല്ലുകൾ കാട്ടി കുഞ്ഞ് നന്ദൂട്ടി ചോദിച്ചു. ഭക്ഷണം മുഴുവൻ കഴിച്ചാ ഗൗരിയമ്മ ചോക്ലേറ്റ് മേടിച്ചു തരാം കേട്ടോ. സത്യം? ആ സത്യം. എന്നെ നന്ദുട്ടി കഴിച്ചോ? ആ ഗുഡ് കേൾ. ഗൗരി അവളുടെ കുഞ്ഞിക്കാവളിൽ ഉമ്മ വെച്ചു. അമ്മേ, വിശ്വട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ എത്തുമായിരിക്കും. മോൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ലെന്നാ പറഞ്ഞേ. എവിടേക്കാ പോവാനുണ്ടെന്ന് പറഞ്ഞു. എന്നാ പോയി റെഡി ആവട്ടെ അമ്മേ. ശരി മോളെ, നീ ചെല്ല്. ഗൗരി അകത്തേക്ക് പോയി. മോളെ നന്ദുട്ടി, നമുക്ക് ഭക്ഷണം കഴിക്കാം, ലക്ഷ്മി അമ്മ പറഞ്ഞു. ആ മമ്മി. ലക്ഷ്മി അമ്മ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞതും ഗൗരി സ്കൂളിൽ പോകാനായി റെഡിയായി വന്നു. ആ മോള് റെഡിയായോ? വന്ന് വല്ലതും കഴിക്കും മോളെ. വേണ്ടമ്മേ, ഇപ്പം തന്നെ ലേറ്റായി. ഞാൻ ഇന്റർവ്യൂവിന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. എന്നാ ഈ ചായ ഇങ്ങനെ കുടിക്കും മോളെ. ലക്ഷ്മി അമ്മ അവൾക്ക് ചായ എടുത്തു കൊടുത്തു. അവൾ ചായ വാങ്ങി കുടിച്ചു. മോളെ, ഗൗരിയമ്മ പോവാണേ. മോളെ, ഗൗരിയമ്മ പോവാണേ. അമ്മയോട് കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ വരും. കേട്ടോടാ നന്ദൂട്ടാ? ശരി ഗൗരിയമ്മേ. ഗൗരി കുഞ്ഞിന്റെ കവിളിൽ ഉമ്മ വെച്ച് അമ്മയോട് യാത്ര പറഞ്ഞു പോയി. ഗൗരി സ്കൂളിലെത്തിയപ്പോൾ വീണ ടീച്ചർ വരികയായിരുന്നു. ആ ഗൗരി ടീച്ചറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വീണ ടീച്ചറെ. ഇരുവരും പരസ്പരം പുഞ്ചിരി സമ്മാനിച്ചു. ഇന്ന് നന്ദൂട്ടിയോട് കുസ്തി പിടിച്ചിട്ടാണ് വന്ന് അല്ലേ ടീച്ചറെ? വീണ ടീച്ചർ ചോദിച്ചു. പിന്നില്ലാണ്ട്, അത് എന്നും ഉള്ളതല്ലേ ടീച്ചറെ? ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പോന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയോടാവും കുസൃതി. പിന്നെ ഇന്ന് വിശ്വേട്ടൻ വരും. അതുകൊണ്ട് ബാക്കി കുറുമ്പൊക്കെ ഏട്ടനോടാവും. ആ വല്ലപ്പോഴും അല്ലേ അച്ഛനെ അടുത്ത് കിട്ടുന്നേ. അപ്പം അച്ഛനോടും കുറുമ്പ് കാണിക്കണ്ടേ? വീണ ടീച്ചർ പറഞ്ഞു. പുഞ്ചിരിയോടെ ഇരുവരും സ്റ്റാഫ് റൂമിലേക്ക് പോയി. ആ ഗൗരിയമ്മ വന്നോ? ഒരു പുച്ഛത്തോടെ രാധിക ടീച്ചർ പറഞ്ഞു. ഗൗരി ഒന്നും മിണ്ടിയില്ല. അവിടെയുള്ളതിൽ കുറച്ച് കുശുമ്പും കുന്നായ്മ അസൂയൊക്കെ ഉള്ള ആളാണ് രാധിക ടീച്ചർ. കല്യാണം കഴിക്കാതെ അമ്മയാവാനും വേണ്ട ഒരു യോഗം അല്ലേ സുധ ടീച്ചറെ? രാധിക ടീച്ചർ പറഞ്ഞു. എന്റെ പൊന്ന് രാധിക ടീച്ചറെ, വെറുതെ എന്നെ ഇതിലേക്ക് വലിച്ചെടുക്കണ്ട. അല്ലെങ്കിൽ തന്നെ അച്ഛൻ്റെ വായിന്ന് ശരിക്കും കേൾക്കുന്നുണ്ട്. ഇനി ഇതുകൂടി വയ്യ, എന്നെ വിട്ടേക്ക്, സുധ ടീച്ചർ പറഞ്ഞു. ഓ, രാധിക ടീച്ചർ ഒന്ന് മുഖം ചൊളിച്ചു. എന്നിട്ട് ഗൗരിയെ നോക്കി തുടർന്നു. അല്ല ഗൗരി ടീച്ചറെ, വയസ്സ് 10-25 വേണ്ടേ ഇനിയെങ്കിലും ഒരു കല്യാണമൊക്കെ? അതോ ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കി ജീവിതകാലം മുഴുവൻ കഴിയാനാണ് തീരുമാനം? ഒരു പുച്ഛത്തോടെ രാധിക ടീച്ചർ ചോദിച്ചു. അതുവരെ മിണ്ടാതിരുന്ന ഗൗരിക്ക് അതുകൂടി കേട്ടതോടെ മിണ്ടാതിരിക്കാനായില്ല. അത് ഈ രാധിക ടീച്ചറെ, ഞാൻ കല്യാണം കഴിക്കണോ അതോ ചേച്ചിയുടെ കുഞ്ഞിനോടൊപ്പം ശിഷ്ടകാലം ജീവിക്കണം എന്നൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്നെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങൾ. അതോട് ടീച്ചർ ടെൻഷൻ അടിക്കേണ്ട. ടീച്ചറുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ അധ്യാപകരെ നമുക്കൊക്കെ വേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. മറ്റുള്ളവരെ പരിഹസിക്കുക, അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുക, അപമാനിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന്. നമ്മളങ്ങനെയായ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കഴിയില്ലെന്നും നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് മാതൃകയാവേണ്ടതെന്നും ഈ ക്വാളിറ്റി ഒന്നും അടുത്തൂടെ പോലും പോയിട്ടില്ലാതെ ടീച്ചർ എങ്ങനെ മുന്നിലിരിക്കുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്നു എനിക്ക് സംശയമാണ്. സ്റ്റോപ്പ് ഇറ്റ്! രാധിക ടീച്ചർ ചാടി എഴുന്നേറ്റു. രോഷം കൊള്ളുന്ന ടീച്ചറെ, ഗൗരി ടീച്ചർ പറഞ്ഞൊരു തെറ്റൂല. ഈ കാര്യങ്ങളൊക്കെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, വീണ ടീച്ചർ പറഞ്ഞു. ഇതും കൂടി കേട്ടതോടെ രാധിക ടീച്ചർ ചവിട്ടിത്തുള്ളി അവിടുന്ന് പോയി. അല്ലേ പിന്നെ കുറെ നാളെ ഇവരോട് 4 വർത്തമാനം പറയണമെന്ന് കരുതുന്നു. ഇപ്പോഴാണ് അവസരം കിട്ടി, വീണ ടീച്ചർ പറഞ്ഞു. ഇതുപോലുള്ളവർക്ക് കിട്ടിയാൽ അടങ്ങൂ ടീച്ചറെ, ഗൗരി പറഞ്ഞു. ഇരുവരും ക്ലാസ്സുകളിലേക്ക് പോയി. വൈകുന്നേരം ഗൗരി വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്തിരുന്ന് കളിക്കുന്ന അച്ഛനെയും മകളെയാണ് കണ്ടത്. ആഹാ, അച്ഛനും മോളും കളിയിലാണോ? അതേലോ ഗൗരിമ്മ, ഞങ്ങള് കളിച്ചുവാ. അതെയോ? വിശേട്ടൻ എപ്പെത്തി? ഞാൻ ഉച്ചക്കെത്തി. 1-2 പോകാനുണ്ടായിരുന്നു. വീട്ടിലെ അച്ഛനമ്മയ്ക്ക് സുഖമില്ല വിശേട്ടാ? ആ സുഖ. അമ്മയും ഗൗരിയും കണ്ടിട്ട് കുറച്ച് നാളായി നമ്മ പറയുന്നത് കേട്ടു. ഞങ്ങൾ വരുമ്പോൾ കാണാന്ന് പറയും വിശേട്ടാ. കുറച്ച് തിരക്കായിരുന്നു. അല്ല ഏട്ടൻ ചായ കുടിച്ചോ? ആ കുടിച്ചു. ക്ഷീണിച്ചോന്നല്ലേ? നീ പോയി ചായ കുടിക്കേ. അവളൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് പോയി. കുഞ്ഞ് റെഡിയാവണ്ടേ പോവാൻ? അച്ഛനിപ്പോൾ റെഡിയാവും. ആ എന്നാ വാ. ഗൗരി നന്ദൂട്ടി ഒരുക്കാൻ കൊണ്ടുപോയി. ഇറങ്ങിയ ഏട്ടാ? മോളെയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്ന ഗൗരി ചോദിച്ചു. ആ മോളെ, ഞാൻ റെഡിയായി, വിശ്വം പറഞ്ഞു. ദേ മോള് റെഡിയായില്ല അല്ലേടാ കുഞ്ഞാ? ഗൗരി പറഞ്ഞു. ആ ഞാൻ റെഡി. ആണോടാ? എന്നാ അച്ഛയുടെ കുഞ്ഞ് വായും.
വിശ്വൻ കുഞ്ഞിന് നേരെ കൈ നീട്ടി. അവൾ ഗൗരിയുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. വിശ്വൻ അവളെ എടുത്ത് അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. എന്നാ നമുക്ക് പോയാലോ കുഞ്ഞ? വിശ്വൻ മോളോട് ചോദിച്ചു. ആ പോവാം. ഗൗരിയമ്മ എപ്പോ വരും? ഗൗരിയമ്മ നാളെ വൈകുന്നേരം വരാം കേട്ടോ. അച്ഛയോട് കുറുമ്പാണിക്കാതെ ഭക്ഷണം കഴിക്കണം കേട്ടോ നന്ദൂട്ടാ. ആ നിങ്ങൾ റിസപ്ഷനിൽ എത്തൂ, വിശ്വൻ ഗൗരിയോട് ചോദിച്ചു. അതേ വിഷയേട്ടാ, എക്സാം എടുത്ത കാരണം സ്കൂളിൽ നിന്ന് ലീവ് കിട്ടില്ല. അതുകൊണ്ട് ഞാനും അമ്മയും വൈകിട്ട് വരൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ? ശരി മോനെ. ഗൗരി ആ ഏട്ടാ ശരി. നന്ദൂട്ടാ അമ്മമ്മയ്ക്കും ഗൗരിമ്മയ്ക്കും ബൈ പറഞ്ഞേ. ബൈ അമ്മമ്മേ. ബൈ ഗൗരിയമ്മേ. ബൈ മോളെ. വിശ്വന്റെ കാറ് കണ്ണിൽ നിന്ന് മറയുന്നവരെ അവർ നോക്കി നിന്നു. ഇരു കണ്ണുകളും നിറഞ്ഞു. ഇടക്കൊക്കെ കുഞ്ഞ് വിശ്വന്റെ ഒപ്പം പോകുമ്പോൾ ഇത് സ്ഥിരം കാഴ്ചയാണ്. പിറ്റേന്ന് 5 മണിയോടടുത്താണ് ഗൗരി അമ്മയും റിസപ്ഷൻ എത്തിയത്. വിശ്വന്റെ കസിന്റെ കല്യാണമാണ്. അച്ഛേ ഗൗരിയമ്മ. വിശ്വന്റെ കയ്യിലിരിക്കുന്ന നന്ദൂട്ടി ഗൗരിയെ കണ്ടതും അവന്റെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങി ഗൗരിക്ക് അടുത്തേക്ക് ഓടി. മോളെ. ഗൗരി അവളെ എടുത്ത് അവളുടെ കവിളിൽ ഉമ്മ വെച്ച്. മോള് നോക്കി നിൽക്കായിരുന്നു നിങ്ങളെ, വിശ്വൻ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. സ്കൂളിൽ നിന്ന് എത്താൻ ലേറ്റായി വിശ്വേട്ടാ. ആ വാ മോളെ, അമ്മ വരൂ. വിശ്വൻ അവരെ കൂട്ടി ഹാളിനകത്തേക്ക് പോയി. ആ മോളെ വാ വാ. ലക്ഷ്മി വാ. വിശ്വന്റെ അമ്മ അവരോട് സംസാരിച്ചു. അച്ഛനും ചെക്കനെയും പെണ്ണിനെയും കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിച്ച് അവർ പോവാനിറങ്ങി. എന്നാ ശരി മോളെ. മോൾ അച്ഛമ്മയുടെ അടുത്തിരുന്നു. ഗൗരിയമ്മയും അമ്മമ്മയും പോവാട്ടോ. ഞാനും വരുവാ ഗൗരിയമ്മേ. മോളെ നാളെ രാവിലെ അച്ഛൻ കൊണ്ടുവരൂ കേട്ടോ, ഗൗരി പറഞ്ഞു. ഇല്ല, ഞാൻ ഗൗരിയമ്മയുടെ കൂടെ വരുവാ. മോളെ ഇങ്ങനെ വാശി കാണിക്കല്ലേടാ. ഇല്ല, എനിക്ക് വരണം. അവളെ സങ്കടപ്പെടുത്തേണ്ട മോളെ, അവള് നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ വന്നോട്ടെ, വിശ്വന്റെ അമ്മ പറഞ്ഞു. അതെ മോളെ, അതാ നല്ലത്. അച്ഛനും അത് ശരിവെച്ചു. അതെന്താ, ഈ കൊച്ചിന്റെ സ്വന്തം വീട്ടുകാരല്ലേ നിങ്ങള്? അമ്മയില്ലാത്ത സ്ഥിതിക്ക് കൊച്ചിന്റെ അച്ഛനോ അച്ഛമ്മയ്ക്കോ അച്ഛനും ഒപ്പമല്ലേ ഇവള് വളരണ്ടേ? അവരുടെ കുടുംബത്തിലെ ഒരു ഏഷണിത്തള്ള പറഞ്ഞു. ഇവൾക്ക് അമ്മയില്ലെന്ന് ആരാ പറഞ്ഞു? ഇവളെന്നെ ഗൗരിയമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇവൾക്ക് ഞാൻ അമ്മ തന്നെയാ, ഗൗരി അവരോട് ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, ഒരമ്മ വന്നേക്കുന്നു. എത്ര നാളായി ഇതൊക്കെ? നിന്റെ കല്യാണം കഴിഞ്ഞാൽ എപ്പോഴും ഈ കൊച്ചിനിങ്ങനെ തോളി തൂക്കി നടക്കാൻ പറ്റുമോ? അതിന് നിന്റെ കെട്ടിയവനോ അവന്റെ വീട്ടുകാരോ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? ആ സ്ത്രീ വീണ്ടും പറഞ്ഞു. അതൊക്കെ എന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ്, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എത്ര നാൾ ഇവളെന്നോട് ചേർന്ന് നിൽക്കുന്നോ അവൾക്ക് എന്റെ കെയറിങ് വേണം തോന്നുന്നു, അത്രയും നാൾ ഇവളെന്റെ നെഞ്ചോട് ചേർന്ന് തന്നെ ഉണ്ടാവും. അച്ഛാ അമ്മേ ഞങ്ങൾ ഇറങ്ങുക. ആ വിശ്വേട്ട, മോള് കൂടെ വരണമെന്ന് വാശി പിടിക്കുക. അങ്ങോട്ടേക്ക് വന്ന വിശ്വേട്ടനോട് ഗൗരി പറഞ്ഞു. മോള് നിങ്ങൾക്കൊപ്പം വന്നോട്ടെ. അല്ല, നിങ്ങൾ ഓട്ടോയിലല്ലേ വന്ന്? നിൽക്ക്, ഞാൻ കാറി കൊണ്ടാക്കാം. വേണ്ട ഏട്ടാ, ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോയിക്കോളാം, ഏട്ടൻ വരണ്ട. ഏയ് നിൽക്ക് അമ്മേ, ഞാൻ കൂടി പോവാ, ഇനി നാളെ വരൂ, വിശ്വൻ അമ്മയോട് പറഞ്ഞു. ശരി മോനെ. അവനോടൊപ്പം അവിടുന്ന് ഇറങ്ങി. മോളിറങ്ങിയോ? അവളെ ഞാനെടുക്കാം. കാറിൽ നിന്നിറങ്ങിയ വിശ്വൻ ഗൗരിയുടെ തോളിൽ കിടന്നിറങ്ങുന്ന മോൾ നോക്കി പറഞ്ഞു. വേണ്ട ഏട്ടാ. ആ ഇങ്ങത്താ, ഞാൻ കൊണ്ട് കിടത്താം. അവൻ കുഞ്ഞിനെ എടുത്ത് ഗൗരിയുടെ മുറിയിലേക്ക് നടന്നു. ഇവളെവിടെ കിടത്തിയില്ലെങ്കിലേ രാത്രി ഉണരുമ്പോൾ ഗൗരി അമ്മയെ കാണുന്നവർ വാശി പിടിക്കും. തൻ്റെ ഉറക്കം പോവും, അതിലും നല്ല ഇപ്പോഴേ ഇവിടെ കിടത്തുന്ന. അതും പറഞ്ഞ് ആ കുഞ്ഞിനെ ഗൗരിയുടെ ബെഡിൽ കിടത്തി. ശരി അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഏട്ടാ. നാളെ രാവിലെ ഞാനങ്ങ് പോവും, നാളെ ഓഫീസിൽ പോകണം. ശരി ഏട്ടാ. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തിൽക്കാതെ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഗൗരിക്ക് 25 വയസ്സായി. അവൾക്ക് പല വിവാഹാലോചനകളും വന്നെങ്കിലും മോളെ പിരിയുന്ന കാര്യം ഓർക്കുമ്പോൾ അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. വിശ്വന്റെ അച്ഛനും പല ആലോചനകളും കൊണ്ടുവന്നു. എല്ലാവർക്കും അവളെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ ആഗ്രഹമുണ്ട്. മോളെ, ഇന്ന് വിശ്വം കൊണ്ടുവന്ന നല്ല ആലോചനയാണ്. അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പയ്യൻ്റേതാ. ഇതിനെങ്കിലും മോള് സമ്മതിക്കണം. അമ്മേ, ഒക്കെ അറിയാവുന്ന അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? പ്രസവത്തോടെ ഗായത്രി ചേച്ചി മരിക്കുമ്പോൾ വെള്ളത്തുണിൽ പൊതിഞ്ഞൊരു മാലാക്കുഞ്ഞിനെ നേഴ്സ് കയ്യിലേക്ക് തന്നപ്പോൾ ചേച്ചിയെ നഷ്ടപ്പെട്ട സങ്കടത്തിനിടയിലും ആ മാലാക്കുഞ്ഞിൻ്റെ മുഖം എല്ലാ സങ്കടവും മാറ്റിയത്. അന്ന് അവൾ ആദ്യമായിട്ട് എൻ്റെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങുമ്പോൾ പ്രസവിക്കാത്തന്നെ ഒരു അമ്മയാവുകയായിരുന്നു ഞാൻ. പിന്നീട് അങ്ങോട്ട് അവളായിരുന്നില്ലേ അമ്മയെ നമ്മുടെ ലോകം. അവളുടെ കളിയും ചിരിയും കുസൃതിയും പിന്നെ ഗൗരിയമ്മ എന്നുള്ള വിളിയും. ഞാൻ അവൾക്ക് ശരിക്കും അമ്മയാവുകയായിരുന്നില്ലേ? ഈ 3 വർഷത്തിനപ്പുറവും അമ്മയുടെ സ്നേഹവും കരുതലും വാത്സല്യം നൽകിയല്ലേ ഞാൻ അവളെ വളർത്തിയത്. ഏട്ടനൊപ്പം പോകുമ്പോഴല്ലാതെ അവൾ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുക അമ്മേ. അവൾക്കതിനാവും അമ്മേ. എനിക്കതിനാവും അമ്മേ. അവളെ കാണാതെ, അവളെ നെഞ്ചോട് ചേർക്കാതെ ഉറങ്ങാൻ. അവൾ കരഞ്ഞുപോയി. മോളെ, കഴിയണം ഗൗരി നിനക്ക്. വിശ്വനായിരുന്നു. ഏട്ടാ, എൻ്റെയും നിന്റെ ചേച്ചിയുടെയും കുഞ്ഞിന് വേണ്ടി നഷ്ടപ്പെടുത്താനുള്ളതല്ല മോളെ നിന്റെ ജീവിതം. അവൾ നിനക്ക് മകൾ തന്നെയാണ്, പക്ഷെ നിനക്കും വേണ്ട ഒരു ജീവിതം. അതിനുവേണ്ടി നീ ഇതിന് സമ്മതിക്കണം. മോൾക്കൊരു സങ്കടമാവും, അത് ഞാൻ മാറ്റിക്കോളാം. നീ ഇതിന് സമ്മതിക്കണം. ഏട്ടാ, ഈ ഏട്ടൻ്റെ വാക്കിന് നീ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഇതിന് സമ്മതിക്കണം. അതും പറഞ്ഞ് വിശ്വൻ അവിടുന്ന് പോയി. അവൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. അമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് അവൾ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ പെണ്ണ് കാണലും ജാതകം കൈമാറലൊക്കെ കഴിഞ്ഞു. ഇന്നാണ് ഗൗരിയുടെയും നിരഞ്ജന്റെയും വിവാഹം. മണ്ഡപത്തിൽ എല്ലാത്തിനും ഓടി നടക്കുകയാണ് വിശ്വൻ. നന്ദൂട്ടി ഗൗരിയുടെ അടുത്ത് തന്നെയുണ്ട്. അവളെ കാണുന്തോറും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു.
ഗൗരിയമ്മ എന്തിനൊക്കെ അറിയുന്നേ? ഒന്നുമില്ല മോളെ. ഗൗരി അവളെ എടുത്ത് ഉമ്മ വെച്ചു. ഇന്ന് ഗൗരിയമ്മയുടെ കല്യാണാണോ? അതെ മോളെ, ഇത് മോളുടെ ഗൗരിമ്മയുടെ കല്യാണമാണ്. മോളിക്ക് വന്നേ. വിശ്വന്റെ അമ്മ മോളെ കയ്യിലെടുത്തു. മോളെ ഇങ്ങനെ കണ്ണു നിറയ്ക്കല്ലേ. ലക്ഷ്മി അമ്മ ഗൗരിയോട് പറഞ്ഞു. അല്ല, മുഹൂർത്താവറായി, ചെക്കനും കൂട്ടി ഇതുവരെ എത്തിയില്ലേ? ഒരാൾ ചോദിച്ചു. അപ്പോഴേക്കും ചെക്കനും കൂട്ടി എത്തി. വിശ്വൻ അവരെല്ലാം പുഞ്ചിരിയോടെ സ്വീകരിച്ചു. നിരഞ്ജൻ വാവാ. ആ വിശ്വൻ നിരഞ്ജന് കൈ കൊടുത്തു. അവനെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. നിരഞ്ജൻ മണ്ഡപത്തിലിരുന്നപ്പോഴേക്കും ഗൗരിയെയും കൊണ്ട് രണ്ട് അമ്മമാരും എത്തി. അവളും മണ്ഡപത്തിലിരുന്നു. അപ്പോഴാണ് ചില ആളുകൾ അടക്കം പറയുന്നത് നിരഞ്ജന്റെ അച്ഛനും അമ്മാവനും അമ്മായിയൊക്കെ കേട്ടത്. ഈ ഗൗരി ഉണ്ടല്ലോ, ചേച്ചിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ടാണ് വളർത്തുന്നത്. എപ്പോഴും ആ കുഞ്ഞ് ഇവളോടൊപ്പം കാണും. പിന്നെ കുഞ്ഞിനെ കാണാനാണെന്ന പേരിൽ അവിടെ ചേച്ചിയുടെ ഭർത്താവായി ഈ ചെക്കനെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ഇത്രേ. ആ ചെക്കൻ്റെ ഒപ്പം ഈ പെണ്ണ് ഇടയ്ക്കൊക്കെ കാറിൽ വന്നിറങ്ങുന്നവൻ കാണാം. എവിടെ പോയിട്ട് വരികയെന്ന് ആർക്കറിയാം? ആ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അപ്പം എന്തോ ആവാലോ. ആ ചെക്കൻ ഭാര്യ മരിച്ചിട്ടും വേറെ കെട്ടാത്തതേ ഈ പെണ്ണിനോട് ലോഹ്യമുള്ളതുകൊണ്ടാണ് ആ നാട്ടിലൊരു സംസാരം. ആ ഇന്നിപ്പോൾ ഇതേ എവനെയോ ഒരുത്തിനെ കൊണ്ട് അവളെ കെട്ടിക്കുക. ആവാ കൊച്ചൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ആ ഓരോരുത്തരുടെ സമയം, അല്ലാണ്ടെന്താ. ഇത് കേട്ടുന്നവർക്ക് ദേഷ്യം വന്നു. മുഹൂർത്തായി, താലി ചാർത്തിക്കൊള്ളുക. നിരഞ്ജൻ താലിയെടുത്തു. അവളുടെ നേർക്ക് വന്ന ഒരലർച്ച കേട്ടു. നിർത്ത്! ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. അമ്മാവ എന്താണ്? നിരഞ്ജൻ ചോദിച്ചു. ഈ ബന്ധം നമുക്ക് വേണ്ട മോനെ. എല്ലാവരും അത് കേട്ട് ഞെട്ടി. എന്താ അമ്മാവ, എന്താ കാര്യം? നിരഞ്ജൻ വീണ്ടും ചോദിച്ചു. ഞാൻ പറയാം മോനെ, എല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കുക. നിരഞ്ജന്റെ അച്ഛൻ പറഞ്ഞു. അച്ഛാ? അതേ മോനെ, നിന്റെ കൂട്ടുകാരനായി നിൽക്കുന്ന വിശ്വയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട്. എന്നിട്ട് നിന്റെ തലയിൽ ഇവളെ കെട്ടിവെക്കാൻ നോക്കുക മോനെ. അനാവശ്യം പറയരുത്. വിശ്വത്തിന്റെ ശബ്ദമുയർന്നു. ഗൗരി അച്ഛനമ്മമാരൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. നീ അനാവശ്യം കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ? ഞാൻ പറഞ്ഞാണോ കുഴപ്പം? നിനക്ക് ഇവളെ അടുത്തപ്പോഴല്ലേടാ നീ ഇവളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയേ. അയാൾ വിട്ടുകൊടുത്തില്ല. എന്തു പറഞ്ഞ ചേറ്റെ? വിശ്വൻ അയാളുടെ കോൾ കയറി പിടിച്ചു. നിരഞ്ജൻ ചാടി എഴുന്നേറ്റു. വിടറ എന്റെ അച്ഛനെ. നിരഞ്ജൻ ഇതൊന്നും സത്യമല്ല. ഞാനും ഗൗരിയായിട്ട് അരുതാത്തൊരു ബന്ധമില്ല. പ്ലീസ് നീ എന്നെ വിശ്വസിക്കണം. വിശ്വൻ അവന് നേരെ നോക്കി പറഞ്ഞു. എങ്ങനെ വിശ്വസിക്കണം നിന്നെ? ഇവളെ കുറിച്ച് പറയുമ്പോഴേക്കും നിനക്ക് 100 നാവാണല്ലോ. നിന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നവളെന്ന് പറഞ്ഞു. പക്ഷേ നീ ഇവളെ കുറിച്ച് പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് അച്ഛനും അമ്മാനും പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി. നീയും. വിശ്വൻ അവന്റെ കോളർ പിടിച്ചു. അവന്റെ കണ്ണുകൾ ചുവന്നു. വിടന്നെ, ഈ നാട്ടുകാർ പറയട്ടെ അച്ഛൻ പറഞ്ഞ സത്യമില്ലെന്ന്. നിരഞ്ജൻ അവിടെ കൂടുന്നവരെ നോക്കി. എല്ലാവരും തലവിനിച്ച് നിന്നു. വാടാ മോനെ, നമുക്ക് പോവാം. മറ്റൊരുത്തന്നെ വിഴുപ്പ് നീ ചുമക്കേണ്ട, നിരഞ്ജന്റെ അമ്മ പറഞ്ഞു. നിരഞ്ജനും കൂടെയുള്ളവർ അവിടുന്ന് പോയി. ഒക്കെ കണ്ട ആകെ മരവിച്ച അവസ്ഥയിലിരിക്കായിരുന്നു ഗൗരി. ലക്ഷ്മി അമ്മ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ കൈവച്ച് അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അവരുടെ നെഞ്ചിലേക്ക് വീണു. വിശ്വന്റെ അമ്മ അവൾക്കടുത്തേക്ക് വന്നു. മോളെ കരയില്ലേടാ, ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, ഒന്നും വേണ്ടാന്ന്. അവൾ ആർത്ത് കരഞ്ഞു. കണ്ടുന്നവർക്ക് സങ്കടം സഹിക്കാനായില്ല. ഗൗരിയമ്മ എന്തിനാ കരയുന്നേ? കുഞ്ഞു നന്ദൂട്ടി അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഗൗരി അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വിശ്വത്തിന് അവൾ ഓർത്ത് സങ്കടം തോന്നി. താനാണ് ഈ കല്യാണാലോചന കൊണ്ടുവന്ന്. താൻ കാരണമാണ് അവളിന് ഇത്രയും വേദനിക്കുന്നു. അവൻ അവൾക്കടുത്തേക്ക് വന്നു. ഗൗരി, അവനവളെ വിളിച്ചു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ശേഷം തലകുനിച്ചിരുന്ന് വീണ്ടും കരഞ്ഞു. മോളെ ഇങ്ങനെ കരയില്ലടാ. സോറി മോളെ, ഏട്ടൻ കാരണം മോൾക്ക് ഇത്രയും വേദനിക്കേണ്ടി വന്നേ. അവന്റെ ശബ്ദമിടറി. അവിടെ കൂടിയുന്നവർക്ക് ഓരോന്ന് പറഞ്ഞ് പിറുവിക്കാൻ തുടങ്ങി. വിശ്വന്റെ അച്ഛൻ അവരുടെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ച് പറഞ്ഞു. മോനെ, മോളുടെ ഈ അവസ്ഥക്ക് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നീയൊരു കാരണ. അതുകൊണ്ട് മോൾ ഈ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുന്നത് സുമംഗലിയായിട്ടാവണം. ആ താരിയെടുത്ത് മോളുടെ കഴുത്തി കെട്ട് മോനെ. അച്ഛാ, ആ ഞെട്ടിലോടെ വിളിച്ച്. ആ ഞെട്ടിൽ ഗൗരിയിലും ഉണ്ടായിരുന്നു. അതേ മോനെ, മോളുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. അവള് വിധിക്ക് വിട്ടുകൊടുക്കാൻ നമുക്കാവൂടാ, അമ്മ അവനോട് പറഞ്ഞു. കുറച്ചു നേരം നിശബ്ദനായവൻ നിന്നു. ശേഷം അവിടെ കൂടി നിൽക്കുന്നവരെ നോക്കി. എല്ലാവരുടെയും മുഖത്ത് ഗൗരിയോടുള്ള സഹതാപം നിറഞ്ഞിരുന്നു. അത് കാണെ അവന്റെ ഉള്ളം വേദനിച്ചു. അവൻ ഗൗരിയുടെ അടുത്തേക്ക് പോയി. മണ്ഡപത്തിൽ അവൾക്കരികിലായിരുന്നു. എല്ലാ കണ്ണുകളും അവന്റെ മേലായിരുന്നു. അവൻ താലത്തിൽ നിന്ന് താലി കയ്യിലെടുത്തു. ഗൗരി അവനെ നോക്കി. ആ നിമിഷം തന്നെ അവൻ ആ താലി അവളുടെ കഴുത്തിൽ ചാർത്തിയിരുന്നു. അവൾ ഇമ വെട്ടാതെ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ സീമന്തരേഖ തന്റെ കൈകളാൽ ചുവപ്പിച്ചു. അച്ഛൻ്റെയും അമ്മമാരുടെയും കണ്ണുകളും മനസ്സ് ഒരുപോലെ നിറഞ്ഞു. അച്ഛൻ ഗൗരിയുടെ കൈ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ കൈയിൽ മുറുകെ പിടിച്ച് അവൻ അഗ്നിക്ക് ചുറ്റും വലം വെച്ചു. വീട്ടിലെത്തുന്നവരെ അവൾ ആരെയും നോക്കിയില്ല, ഒന്നും മിണ്ടിയില്ല. വിശ്വത്തിന്റെ വീട്ടിലെത്തി അമ്മ കൊടുത്ത നിലവിളക്കും വാങ്ങി അവൾ അവനോടൊപ്പം ആ വീട്ടിലേക്ക് കയറി. ആ പടികൾ കയറുമ്പോൾ അവൾ ചിന്തിച്ചു, തൻ്റെ ചേച്ചി ഒരിക്കൽ വലതുകാൽ വെച്ച് കയറി വീടാണിത്. അവിടേക്ക് തന്നെ ഇന്ന് താനും കയറിയിരിക്കുന്നു. അവൾ പൂജാമുറിയിൽ വിളക്ക് വെച്ചു. മോളെ,
ദാ ഇതിൽ മോൾക്കുള്ള ഡ്രസ്സാ. വിശ്വത്തിൻ്റെ മുറിയിൽ പോയി ഫ്രഷ് ആയിക്കോ. അമ്മ ഒരു കവർ അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി വിശ്വത്തിൻ്റെ മുറിയിലേക്ക് പോയി. മുറിക്കകത്ത് കയറി അവൾ കണ്ണാടിക്കുമ്പിൽ നിന്നു. അവൾ കണ്ണാടിയിലൂടെ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന വിശ്വേട്ടൻ കെട്ടിയ താലി, വിശ്വേട്ടൻ്റെ കയ്യാലത്തോട് വീച്ച സിന്ദൂരം. ഒരു ദിവസം കൊണ്ട് തൻ്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് മാറി മറിഞ്ഞത്. ഏട്ടനെ പോലെ കരുതി അവളുടെ ഭാര്യയാവേണ്ടി വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? നന്ദൂട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമാണ്. ഇനി എന്ന് അവൾക്കൊപ്പം നിൽക്കാം. പക്ഷേ ഏട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പോലെ തന്നെ ഏട്ടനും ഒരിക്കൽ തന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. വരുന്ന പോലെ വരട്ടെ. അവളൊരു നിമിഷം ചിന്തിച്ചു. ശേഷം ഫ്രഷ് ആവാനായി പോയി. പിന്നീടുള്ള സമയമെല്ലാം അവൾ നന്ദൂട്ടിക്കൊപ്പമായിരുന്നു. രാത്രി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഗൗരിയമ്മ, എനിക്ക് ഉറക്കം വരണു. നന്ദൂട്ടി പറഞ്ഞു. അതിനെന്താ, നമുക്ക് ഉറങ്ങാലോ. ഗൗരിയമ്മ ഉറക്കാം കേട്ടോ. ഗൗരി അവളെടുത്ത് തോളിൽ കിടത്തി. മോൾ ഉറങ്ങിയോ? വിശ്വൻ ചോദിച്ചു. ഉറങ്ങി. ഞാനെടുക്കട്ടെ? വേണ്ട, ഞാൻ കിടത്തിക്കോളാം. ഞാൻ ബെഡ് വിരിച്ചിട്ടുണ്ട്, വിശ്വൻ പറഞ്ഞു. ഗൗരി മോളെ വിശ്വത്തിൻ്റെ റൂമിൽ കിടത്തി. മോളെ, ദാ വെള്ളം വേണം തോന്നിയ താഴെ ഇറങ്ങണ്ട. അമ്മ ജഗ് കൊണ്ടൊന്ന് പറഞ്ഞു. അവളത് വാങ്ങി. ശരി മോളെ, ഗുഡ് നൈറ്റ്. ശരി അമ്മേ. അവൾ ജഗ് വാങ്ങി ടേബിളിൽ വെച്ചു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. വിശ്വം പോയി ഡോറടച്ചു. ശേഷം അവൾക്കടുത്തേക്ക് വന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. സോറി. വിശ്വേട്ടൻ നിന്നെ സോറി പറയുന്നേ? ഒന്നും ഏട്ടൻ്റെ തെറ്റല്ലല്ലോ. എന്നാലും എൻ്റെ പേരിലല്ലേ താൻ? വേണ്ട ഏട്ടാ, ഏട്ടൻ സോറി പറഞ്ഞാൽ സംഭവിച്ചൊന്നും മാഞ്ഞു പോയില്ലല്ലോ. ശരിയാ. താൻ കിടന്നു. ഗൗരി മോളെ കെട്ടിപ്പിടിച്ച് ബെഡിൻ്റെ ഒരറ്റത്ത് കിടന്നു. വിശ്വം മറ്റേ അറ്റത്തും കിടന്നു. ദിവസങ്ങൾ പലതും കൊഴിഞ്ഞു. വിശ്വവും ഗൗരിയും വലുതായിട്ടൊന്നും സംസാരിക്കില്ല. രണ്ടുപേർക്കും പരസ്പരം ഫേസ് ചെയ്യാനുള്ള മടിയാണ് കാരണം. ലീവ് കഴിഞ്ഞ് വിശ്വ ഓഫീസിലും ഗൗരി സ്കൂളിലും പോകാൻ തുടങ്ങി. ഗൗരിയുടെ അമ്മയും ഇപ്പോൾ വിശ്വത്തിൻ്റെ വീട്ടിലുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ ഒരു സന്തോഷമൊക്കെയുണ്ട്. അച്ഛനെയും ഗൗരിയമ്മയും ഒന്നും കാണാമെന്നുള്ള ത്രില്ലിലാണ് നന്ദൂട്ടി. മോളെ എഴുന്നേറ്റേ, പല്ല് തേപ്പിക്കട്ടെ. ഈ ചോരങ്ങനും. മോളെ, ഗൗരിയമ്മ സ്കൂളിൽ പോകാൻ ടൈമായി. ഗൗരിയമ്മ പൊയ്ക്കും, അച്ഛൻ പല്ല് തേപ്പിക്കും. അച്ഛൻ ഓഫീസിൽ പോകണ്ടേ മോളെ? അച്ഛൻ റെഡിയായി. മോളെ എഴുന്നേറ്റേ. ഗൗരിയമ്മ പ്ലീസ്. അവളെ അമ്മ പല്ല് തേപ്പിച്ചോളൂ. താൻ റെഡിയാവും, വിശ്വം പറഞ്ഞു. ഗൗരി റെഡിയാവാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വിശ്വവും ഗൗരിയും പോയി. ഗൗരിയുടെ സ്കൂൾ കുറച്ച് ദൂരെ ആയത് കാരണം അവൾ എത്തുമ്പോൾ 7 മണിയോളം ആവും. വിശ്വന് 5 മണിക്ക് എത്തും. ഇതിനുള്ളിൽ വിശ്വ ഓഫീസിൽ വെച്ച് നിരഞ്ജനുമായിട്ടൊന്ന് കയർത്തു. അവൻ കാരണമാണല്ലോ തനിക്ക് ഗൗരിയെ കല്യാണം കഴിക്കേണ്ടി വന്നത്. അതിനിടയിൽ നിരഞ്ജൻ വിശ്വത്തെയും ഗൗരിയും ചേർത്ത് മോശമായി സംസാരിച്ചു. ഗൗരിയെക്കുറിച്ച് മോശമായി സംസാരിച്ച വിശ്വത്തിന് സഹിച്ചില്ല. ചെറുതായി കയ്യാങ്കളിയിലൊക്കെ എത്തി. ഓഫീസിലെ മറ്റ് ജീവനക്കാർ അവരെ പിടിച്ചു മാറ്റി. ഇനിയൊരു പ്രോബ്ലം ഉണ്ടാവരുതെന്ന് MD രണ്ടുപേർക്കും വാർണിംഗ് കൊടുത്തു. അവരുടെ വിവാഹം കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷം വിശ്വം അന്ന് നേരത്തെ ഓഫീസിലേക്ക് പോയി. ഗൗരി സ്കൂളിലേക്ക് പോകാനായി റെഡിയായി ധൃതിയിൽ താഴേക്കുള്ള പടികൾ ഇറങ്ങിയപ്പോൾ സാരിയിൽ ചവിട്ടി തെന്നി വീണു. നന്ദൂട്ടിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും ഓടി വന്നപ്പോൾ കാലിൽ പിടിച്ച് എഴുന്നേൽക്കാനാവാതെ കിടക്കുന്ന ഗൗരിയെയാണ് കണ്ടത്. അവരവളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കാല് നല്ല വേദനയായിരുന്നു. അവരെ ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് വിശ്വം വന്നപ്പോൾ മുറ്റത്ത് നിൽക്കായിരുന്നു നന്ദൂട്ടി ഓടിപ്പോയി. അവൻ കുഞ്ഞിനെ എടുത്ത് കവിളിൽ ഉമ്മ വെച്ചു. അല്ല, ഗൗരിയമ്മ ഇന്ന് നേരത്തെ എത്തിയ മോളെ? ഗൗരിയുടെ സ്കൂട്ടി മുറ്റത്തിരിക്കുന്നുണ്ട്. വിശ്വം ചോദിച്ചു. ഗൗരിയമ്മക്ക് വയ്യാച്ചേ, ഗൗരിയമ്മ പടിയിന്ന് വീണു. വീണെന്നോ? എങ്ങനെ? അതുപോലെ അവൾ പോകാനുള്ള ധൃതിയിൽ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അറിയാതെ ഒന്ന് സാരിയിലെ ചവിട്ടി. അപ്പൊ തെന്നി വീണതാ, വിശ്വത്തിന്റെ അമ്മ പറഞ്ഞു. എന്നിട്ട് അവളോടെ? വിശ്വം ചോദിച്ചു. അകത്തുണ്ട്. അവൻ വേഗം അകത്തേക്ക് കയറിയപ്പോൾ സോഫയിൽ കാല് മുകളിൽ വെച്ചിരിക്കുന്ന ഗൗരിയാണ് കണ്ടത്. കാലിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. ഗൗരി, എന്താ പറ്റി? അവൻ മോളെ തറയിൽ നിർത്തി അവൾക്കടുത്ത് വന്നിരുന്നു. ഒന്നുമില്ല വിശ്വേട്ടാ, ചെറുതായിട്ടൊന്ന് വീണതാ. ഒന്നുമില്ലായിട്ടാണോ ഇങ്ങനെ ബാൻഡേജ് ഒക്കെ ചുറ്റിയേക്കുന്നത്? കുറച്ച് ലേറ്റായെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? നോക്കി കണ്ട് നടക്കില്ല. സാരി ചുറ്റി ഓടുവല്ലേ. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ നിന്റെ സാരിക വാരിക്കൂടിയിട്ട് കത്തിക്കും ഞാൻ, പറഞ്ഞേക്കാം. ഒക്കെ കേട്ട് കിളിപോയ അവസ്ഥയിലിരിക്കായിരുന്നു ഗൗരി. ഇതുവരെ അവളുടെ കാര്യത്തിൽ ഇത്രയും കെയറിങ് അവൻ കാണിച്ചിട്ടില്ല. മറ്റുള്ളവരും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അച്ഛൻ്റെയും അമ്മമാരുടെയും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഡോക്ടർ എന്താ പറഞ്ഞേ? ഒരാഴ്ച റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാ മോനെ, അച്ഛൻ പറഞ്ഞു. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. നീ ഇരിക്കും, ഞാനൊന്ന് ഫ്രഷായി വരട്ടെ. അത് പറഞ്ഞ വിഷം മുകളിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം ഫ്രഷായി താഴെ വന്ന് ഗൗരിക്കരികിൽ വന്നിരുന്നു. അമ്മാവന് ചായ കൊടുത്തു. നന്ദൂട്ടി അറിയാതെ അവൾക്കടുത്ത് വന്നപ്പോൾ അവൻ കുഞ്ഞിനെ പിടിച്ചു മാറ്റി. മോളെ, ഗൗരിയമ്മയുടെ കാല് വീഴാത്തല്ലേ, ഇങ്ങ് വാ, അച്ഛനെടുത്തോളാം. സോറി ഗൗരിയമ്മ, മോളെ ഓർത്തില്ല കേട്ടോ. സാരല്ല മോളെ. അവൾ മോളുടെ കവിളിൽ ഉമ്മ വെച്ചു. രാത്രി അമ്മ വന്ന് ഗൗരിയോട് പറഞ്ഞു. മോളെ, ഈ താഴത്തെ മുറിയിൽ വിരിച്ചിട്ടിട്ടുണ്ട്, മോൾ അവിടെ കിടന്നു. അമ്മ കൂടെ ആ മുറി കിടക്കാം. അതിന് ഇവിടെ കിടക്കുന്നത്? ഇവളൊന്നും എൻ്റെ റൂമിലല്ലേ കിടക്കുന്നത്?
അതുപോലെ കാല് വയ്യാത്തതല്ലേ, കയറാനും ഇറങ്ങാനൊക്കെ പാടല്ലേ, ഇവിടെ കിടന്നോട്ടെ. രാത്രി ബാത്റൂമിലെങ്ങാനും പോവുകയാണെങ്കിൽ ഒരാളുടെ സഹായം വേണമല്ലോ. ഞാൻ മോളുടെ കൂടെ കിടന്നോളാം. ഞാനുണ്ടല്ലോ അമ്മ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. മോളൂസേ, ഗൗരിമ്മയുടെ കാല് ശരിയാകുന്നവരെ മോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കുവോ? രാത്രി ഉറക്കത്തിൽ ഗൗരിമ്മയുടെ കാലിൽ മോൾ അറിയാതെ ചവിട്ടിയാലോ? അത് സാരമില്ല, മോൾ എൻ്റെ അടുത്ത് കിടന്നോട്ടെ. വേണ്ട ഗൗരിമ്മ, ഞാൻ അമ്മമ്മയുടെയും അച്ഛമ്മയുടെയും കൂടി കിടന്നോളാം. ഗൗരിമ്മയുടെ കാല് വേദനിച്ചാലോ? ആ മിടുക്കി കുട്ടി. അമ്മ അവളെ എടുത്ത് കവളിൽ ഉമ്മ വെച്ചു. അല്ല മോനെ, ഇത്രയും സ്റ്റെപ്പ് കയറുമ്പോൾ മോൾക്ക് കാല് വേദനിക്കില്ലേ? അച്ഛൻ ചോദിച്ചു. അതിനാര് നടക്കുന്നു? അതും പറഞ്ഞ് വിശ്വളെ കൈകളിലെടുത്തു. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയി. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ മുഖത്ത് അവൾക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ മുഖത്തും അതേ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഏയ്, അച്ഛൻ ഗൗരിമ്മയെടുത്തേ. അവൾ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. അവൻ അവളെയും കൊണ്ട് മുറിയിലെത്തി. അവളെ മെല്ലെ ബെഡിൽ കിടത്തി. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു ജാളിയത തോന്നി. അവൻ അവളെ നേരെ കിടത്തി ബെഡ്ഷീറ്റ് പുതപ്പിച്ചു. ശേഷം അവനും കിടന്നു. രാത്രി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, അവൻ പറഞ്ഞു. ഇരുവരും ഉറങ്ങി. രാത്രി അവൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. അവനെ നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന അവനെ കണ്ടപ്പോൾ അവനെ വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ എഴുന്നേറ്റ് മെല്ലെ കാലുകൾ താഴെ വെച്ചു. വേദന കൊണ്ട് അവൾ ബെഡിലിരുന്ന് പോയി. അവളുടെ ശബ്ദം കേട്ടുകൊണ്ടെന്ന വിശ്വം കണ്ടത് കാലിൽ പിടിച്ച് കണ്ണടച്ച് ബെഡിലിരിക്കുന്ന ഗൗരിയാണ്. എന്താ? അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. എന്താന്ന് അവൻ വീണ്ടും ചോദിച്ചു. അത് ഞാനത് വാഷ്റൂമിൽ പോവാൻ. എഴുന്നേറ്റു അല്ലേ നീ? അത് ഞാൻ പറഞ്ഞില്ലേ ഗൗരി എന്നെ വിളിക്കണമെന്ന്. അത് വിശ്വേട്ടൻ്റെ ഉറക്കം കളയണ്ടാന്ന് തോന്നി. ഓ, അങ്ങനെ തോന്നിയോ നിനക്ക്? ഞാൻ നിന്റെ ആരാ ഗൗരി? അവൻ എഴുന്നേറ്റ് അവളെ എടുത്ത് വാഷ്റൂമിലാക്കി. തിരികെ അവളെ കൊണ്ട് ബെഡിൽ കിടത്തി. വേദന കൊണ്ട് അവൾ എരിവ് വലിച്ചു. അവൻ എഴുന്നേറ്റ് അവളുടെ കാലിൽ തൊട്ടു. നല്ല വേദനയുണ്ടോ? അവൻ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് മെല്ലെ തലോടി. വേണ്ടേട്ടാ. എന്തു വേണ്ടാന്ന്? അത് പിന്നെ ഞാൻ തന്നെ ഭർത്താവല്ലേ ഗൗരി, പിന്നെന്താ? പിന്നെ അവളൊന്നും മിണ്ടിയില്ല. അവൻ മെല്ലെ അവളുടെ കാലൊഴിഞ്ഞു കൊടുത്തു. അവൾക്കൊരു ആശ്വാസം തോന്നി. അത് ചേട്ടാ, ഇപ്പൊ കുറവുണ്ട്. അവനവളുടെ കാലുമെല്ലെ താഴെ വെച്ച് അവൾക്കടുത്ത് വന്ന് കിടന്നു. തൻ്റെ ഇത്ര അടുത്ത് വിശ്വേട്ടൻ കിടക്കുന്ന ഇത് ആദ്യമായിട്ടാണ്. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയെന്നോണം അവൻ അവളുടെ കൈക്ക് പുറത്ത് കൈകൾ വെച്ചു. എന്തേ? അവൻ മെല്ലെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് മുഖം തിരിച്ചു. ഒന്നുമില്ലെങ്കിൽ പിന്നെന്തിനാ ഈ ഹൃദയം ഇങ്ങനെ വേഗത്തിൽ മിടിക്കുന്നേ? അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി. അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. അവൾ നോക്കുമ്പോൾ അവൻ്റെ മുഖം അവളുടെ തൊട്ടടുത്തായിരുന്നു. അവൾക്ക് തൊണ്ട വരളുന്ന പോലെ തോന്നി. ഏട്ടാ. ഇനി ഏട്ടാന്നുള്ള വിളി വേണ്ട, വിശ്വേട്ടാ, അത് മതി. അവനവളുടെ ചുണ്ടിൽ വിരൽ ചേർത്ത് പറഞ്ഞു. അവനവളുടെ കവിളിൽ കൈ ചേർത്തു. ശേഷം അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അവൾ കണ്ണുകൾ അടച്ചു. അവനവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് കിടത്തി. അവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അവളുടെ ശരീരം വിറച്ചു. അത് മനസ്സിലാക്കി അവൻ ഇരു കയ്യാൽ അവളെ ചേർത്ത് പിടിച്ചു. എന്തിൻ്റെ മുഖത്തേക്ക് നോക്കാത്തെ? ഒന്നും മുഖത്തേക്ക് നോക്ക് വേണ്ടേ? അവൻ്റെ ശബ്ദം നേർത്തിരുന്നു. അവളുടെ മിഴികൾ അവൻ്റെ മുഖത്ത് പതിച്ചു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവളിലേക്ക് അവൻ മുഖമടുപ്പിച്ചു. വിറയാർന്ന അവളുടെ അധരങ്ങളിൽ അവൻ അമർത്തി ചുംബിച്ചു. ശേഷം അവളുടെ കഴുത്തിൽ അവൻ മുഖം ചേർത്തു. അവളുടെ കൈകൾ അവൻ്റെ പുറത്തമർന്നു. നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളിൽ നിന്നും അകന്നു മാറി. അപ്പോഴും അവളുടെ ശരീരത്തിലെ വിറയൽ മാറിയിരുന്നില്ല. അതറിഞ്ഞ് അവൻ അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു. എന്താ പെണ്ണേ, ഇപ്പോഴും എന്നെ പേടിയാണ് നിനക്ക്? നിന്റെ ആ ഏട്ടനല്ല ഇപ്പം ഞാൻ, നിന്റെ താരയുടെ അവകാശിയാ. പിന്നെ എന്തിനാ പെണ്ണെ ഈ പേടി? അവനവളുടെ കൈകളിൽ ഉമ്മ വെച്ചു. ശേഷം അവളെ തൻ്റെ കൈയാൽ പൊതിഞ്ഞു പിടിച്ചു. ആ നിമിഷം ഇരുവരിലും മറ്റെന്തോ വികാരം ഒട്ടിട്ട് തുടങ്ങിയിരുന്നു. ഒരാഴ്ച ലീവ് എടുത്ത് നിന്നാണ് വിശ്വം അവളെ നോക്കിയത്. ലീവ് എടുക്കേണ്ടെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അവൻ അവളെ ശുശ്രൂഷിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ആ ഒരാഴ്ച കൊണ്ട് അവർ മനസ്സാലെ വളരെ അടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ മതി എന്ന് അവൻ പറഞ്ഞു. വിശ്വം ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു ദിവസം ഓഫീസിൽ നിന്ന് ലേറ്റായാണ് വിശ്വം എത്തിയത്. നന്ദൂട്ടി ഉറങ്ങിയിരുന്നു. അച്ഛനും അമ്മമാരും ഗൗരിക്കൊപ്പം അവനെ കാത്തിരുന്നു. ആ മോളെ, അവൻ വന്നു തോന്നുന്നു, അച്ഛൻ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി. അച്ഛൻ ഉറങ്ങിയില്ലേ? ഇല്ല, മോള് കാത്തിരുന്നപ്പോൾ ഞങ്ങളും ഇരുന്നു. മോൾ ഉറങ്ങിയോ? ആ, ഉറങ്ങി. അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പോവാ. കഴിച്ച ശേഷം വിശ്വം ഗൗരിയോട് ചോദിച്ചു. ഞാൻ മോളെടുത്തിട്ട് വരാം. അവൾ ഉറങ്ങിയില്ലേ? ഇന്നിവിടെ കിടന്നോട്ടെ, വിശ്വം പറഞ്ഞു. അതെ മോളെ, നിങ്ങൾ പോയി കിടന്നു, മോളിവിടെ കിടന്നോട്ടെ, അമ്മ പറഞ്ഞു. അവർ റൂമിലേക്ക് പോയി. വിശ്വം ഫ്രഷായി വന്നപ്പോൾ അവൾ കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി ചീവുകയായിരുന്നു. അവൻ അവൾക്കടുത്തേക്ക് വന്നു. അവൾ മുടി കെട്ടാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈ പിടിച്ചു. അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി. അപ്പോഴേക്ക് അവൻ അവളുടെ തലയിൽ മുല്ലപ്പൂ ചാർത്തിയിരുന്നു.
അവൾ കണ്ണു ചിമ്മാതെ അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ തലയിലെ മുല്ലപ്പൂവിൻ്റെ മണം അവൻ മൂക്കിലൂടെ വലിച്ചെടുത്തു. ശേഷം അവളുടെ മുടി മാടിയൊതുക്കി അവളുടെ പിൻകഴുത്തിൽ ഉമ്മ വെച്ചു. അവളൊന്ന് പിടഞ്ഞുപോയി. അവൻ അവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി. കുനിഞ്ഞെന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് അവളുടെ തോളിൽ പിടിച്ചു. അതെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഉള്ളതിന് ഇവിടെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുക കേട്ടോ. ഇന്നേലും എൻ്റെ ആഗ്രഹം നടക്കുമോ? അവൾ മെല്ലെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ബെഡിനടുത്തേക്ക് പോയി. അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടന്നു. അവളുടെ വേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ തൻ്റെ വരുതിയിലാക്കാൻ അവൻ അവളുടെ നെഞ്ചോട് ചേർത്ത് തൻ്റെ തല വെച്ചു. കുറച്ച് സമയത്തിന് ശേഷം അവൻ അവളുടെ മുഖമൊന്നാകെ ചുംബിച്ചു. അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി അവളവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ അധരങ്ങളുടെ മധുരം അവൻ ആവോളം നുകർന്നു. അവളുടെ കൂമ്പി അടഞ്ഞ കണ്ണുകൾ കാണെ അവൻ ആവേശത്തോടെ വീണ്ടും വീണ്ടും അവളുടെ അധരങ്ങളെ നുകർന്നുകൊണ്ടിരുന്നു. അവളുടെ കൈകൾ അവൻ്റെ പുറത്തമർന്നു. അവൾക്ക് ശ്വാസം തടസ്സമായപ്പോൾ അവൻ അവളുടെ അധരങ്ങൾ വേർപ്പെടുത്തി. ശേഷം അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. അവൾ കണ്ണുകൾ അടച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഇക്കിളിപ്പെടുത്തി. അവൾ എന്ന പെണ്ണിനെ അവൻ അറിയുകയായിരുന്നു. ഓരോ നിമിഷവും അവളിലെ പ്രണയത്തെ അറിയുകയായിരുന്നു. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് അവൾ. അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ അന്നു മുതൽ അവർ പരസ്പരം മനസ്സും ശരീരവും പങ്കുവെച്ചു. അവരുടെ ഉള്ളിലെ സന്തോഷം വീട്ടുകാരിലും സന്തോഷം നിറച്ചു. തിരക്കുകൾക്കിടയിൽ അവരുടേതായ സ്വകാര്യ നിമിഷങ്ങൾക്ക് അവർ സമയം കണ്ടെത്തി. ഇരുവർക്കും ഇപ്പോൾ പരസ്പരം പ്രാണനാണ്. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അത്രക്കാൾ അവനിൽ അലിഞ്ഞ് ചേർന്നിരുന്നു. പലപ്പോഴും അവന് തോന്നിയിട്ടുണ്ട് ഗായത്രിയേക്കാൾ തന്നെ പ്രാണനായി കരുതി സ്നേഹിക്കുന്നത് തൻ്റെ ഗൗരിയാണെന്ന്. അവളിലെ ഒരു ചെറുവേദന പോലും അവന് സഹിക്കാനാവില്ല. പ്രത്യേകിച്ച് എല്ലാ മാസവും ആ ദിവസങ്ങളിൽ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് അവൻ അവളുടെ വയറിലും പുറത്തുമൊക്കെ തലോടി അവൾ ഉറങ്ങുന്നവരെ ഉറങ്ങാതിരിക്കും. ശേഷം അവൾ ഇരു കൈകളും പൊതിഞ്ഞു പിടിച്ചാണ് ഉറങ്ങുന്നത്. ഒരു വർഷത്തിന് ശേഷം, അച്ഛേ, ഈ ഗൗരിയമ്മ കുഞ്ഞാവക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. അതേ വാവേ, എന്നാലേ അച്ഛൻ കൊടുക്കാം. അപ്പൊ ഗൗരിയമ്മ കഴിച്ചോളൂ. വിശ്വ അങ്ങോട്ടേക്ക് വന്നു. എന്താണ് നീ എൻ്റെ കൊച്ചിനൊന്നും കൊടുക്കാത്തേ? എനിക്കിപ്പോൾ വേണ്ട വിശ്വേട്ടാ, ഞാൻ പിന്നെ കഴിക്കാം. അത് പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചേ പറ്റൂ. അവൾക്ക് നേരെ ഭക്ഷണം നീട്ടി. കഴിക്ക്. ആൾ മനസ്സോടെ കുറച്ച് കഴിച്ചു. അതേ നിമിഷം തന്നെ അകത്തേക്ക് പോയ ഭക്ഷണം പുറത്തേക്ക് പോയി. കഴിച്ചതെല്ലാം ഛർദ്ദിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടാന്ന്. സാറില്ല, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഇപ്പൊ നമുക്കൊന്ന് നടക്കാം, വാ. അവളെയും ചേർത്ത് പിടിച്ച് മറ്റേ കയ്യിൽ നന്ദുകുട്ടിയുടെ കൈയും പിടിച്ച് വീടിനു ചുറ്റും നടന്നു. ഒരിക്കൽ നീറിയ മനസ്സിൽ നിന്നൊരു കുളിർമഴയായി തൻ്റെ പെണ്ണ് തനിക്കൊപ്പമുണ്ട്. എങ്കിലും അവൻ്റെ മനസ്സിലെവിടെയോ ഒരു പേടി. വിധി വീണ്ടും തന്നോട് ക്രൂരത കാണിക്കുമോ എന്ന്. തൻ്റെ പെണ്ണിനും തങ്ങളുടെ കുഞ്ഞിനും ഒന്നും വരുത്തല്ലേ എന്ന് അവനെന്നും മനമുരുകി സകല ഈശ്വരന്മാരോടും പ്രാർത്ഥിക്കാറുണ്ട്. ആ ദിവസം വന്നെത്തി. ഗൗരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തലേന്ന്. അന്ന് വിശ്വം നേരത്തെ എഴുന്നേറ്റു. അന്ന് ക്ഷേത്രത്തിൽ പോയി ചില വഴിപാടുകൾ ചെയ്യണമെന്ന് അവൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. എല്ലാവരും നേരത്തെ തന്നെ ഇറങ്ങി. തൻ്റെ പെണ്ണിനെയും തങ്ങളുടെ കുഞ്ഞിനെയും ആപത്തൊന്നും കൂടാതെ കിട്ടാൻ അവൻ മനമുരുകി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അവനെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് ഗൗരി. യേശുവേട്ടാ, എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല എന്ന് പറയണ്ട, എനിക്കറിയാം. ഞാനും ചേച്ചിയെ പോലെ. ആൾക്ക് പൂർത്തിയാക്കാനായില്ല. അവൻ അവിടെ വായപൊത്തി. വേണ്ട, അരുതാത്തൊന്നും ചിന്തിക്കണ്ട. നീ എന്നെ വിട്ടുപോകുന്ന എനിക്ക് ചിന്തിക്കാനാവില്ല പെണ്ണേ. അവൻ അവളുടെ നെറുകയിൽ അധരങ്ങൾ ചേർത്തു. അവളവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മാറിൽ തലയാഴ്ച കിടന്നു. പിറ്റേന്ന് അവളെ ലാബ് റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ എല്ലാ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞു. വിശ്വം തൻ്റെ പെണ്ണിനെ കൈ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ കയ്യിൽ ഉമ്മ വെച്ചു. ഞാനും നമ്മുടെ മോളും കാത്തിരിക്കും. സന്തോഷത്തോടെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് തിരികെ വരണം. അവൾ അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഓരോ മിനിറ്റും ഓരോ യുഗങ്ങളായി അവന് തോന്നി. അച്ഛേ, ഗൗരിയമ്മ എപ്പോഴും വാവയും കൊണ്ട് വരുന്നേ? ഗൗരിയമ്മ പെട്ടെന്ന് വരുമോളെ. മണിക്കൂറുകൾക്ക് ശേഷം ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞു വാവയുണ്ടായിരുന്നു. ഗൗരിയുടെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ മോന, നേഴ്സ് പറഞ്ഞു. നേഴ്സ് കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ കുഞ്ഞിനെ വാങ്ങി. സിസ്റ്റർ, എൻ്റെ ഗൗരി. ഗൗരി കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റൂ കേട്ടോ. അപ്പോഴാണ് അവനെയും കൂടെയുള്ളവരുടെയും ശ്വാസം നേരെ വീണത്. എല്ലാവരും കുഞ്ഞിനെ എടുത്തു. നന്ദുകുട്ടിയുടെ കയ്യിൽ അമ്മ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. അവൾക്ക് ഒത്തിരി സന്തോഷമായി. വിശ്വത്തിന് തൻ്റെ പെണ്ണിനെ കാണാൻ ധൃതിയായി. അവളെ റൂമിലേക്ക് മാറ്റുന്ന നോക്കി അവനിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവളെ വീൽ ചെയറിൽ റൂമിലേക്ക് കൊണ്ടുവന്നു. നേഴ്സിന്റെ കൈ പിടിച്ച് മേലെ എഴുന്നേൽക്കാൻ തുടങ്ങിയ അവളെ അവൻ കൈകളിലെടുത്ത് ബെഡിൽ കിടത്തി. അവൻ തന്റെ പെണ്ണിന്റെ തലയിൽ തലോടി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. വീട്ടിലെത്തിയ ശേഷം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് വിശ്വം തന്നെയാണ്. അമ്മമാരോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവൻ അവളെ ശുശ്രൂഷിച്ചു. അമ്മമാരെ ഒന്നും ചെയ്യാൻ അവൻ സമ്മതിച്ചില്ല. അമ്മമാർ ചെറിയോടെ അത് നോക്കി നിന്നു.
നന്ദൂട്ടി എപ്പോഴും കുഞ്ഞാവയ്ക്കൊപ്പമാണ്. കുഞ്ഞാവയ്ക്ക് ഉടുപ്പിടിക്കാനും പൗഡർ ഇടാനും ഒക്കെ നന്ദൂട്ടി അമ്മയെയും അച്ഛമ്മയെയും സഹായിക്കാറുണ്ട്. തൻ്റെ പെണ്ണിനെ നെഞ്ചോട് ചേർക്കാതെ ഒരു ദിവസം പോലും അവൻ ഉറങ്ങാനാവില്ല. അത്രയ്ക്ക് അവൾ അവനിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരുന്നു. തൻ്റെ പെണ്ണിലാണ് തൻ്റെ ജീവനെന്ന് ഓരോ നിമിഷവും അവൻ അറിയുകയായിരുന്നു. ഗായത്രിയേക്കാൾ കൂടുതൽ ഗൗരി അവൻ്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അവൻ്റെ ഓരോ അണുവിൽ അവൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി. തൻ്റെ പെണ്ണിനോടും തങ്ങളുടെ പൊന്നോമനകളോടുമൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ താനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഭർത്താവെന്നും ഏറ്റവും ഭാഗ്യവാനായ അച്ഛനെന്നും അവന് തോന്നി. ഇനി അവർ ജീവിക്കട്ടെ അവരുടെ മാത്രമായ സുന്ദരമായ ലോകത്ത്.